മത്തി പീര വെക്കാൻ തുടങ്ങാം. ഒരു മുറി നാളികേരം, 3 പച്ചമുളക്. ഇത് ഇവിടെ രാവിലേക്കിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത നാളികേരപ്പീര എടുത്ത് വെച്ചിരിക്കുന്ന മീൻചട്ടിയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇടാം. ഇത് 1/4 കിലോ മത്തിയുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് ഒരു മത്തി 3 എണ്ണമായിട്ട് 3 മസാല ഇതിലോട്ടിടുക. ആവശ്യത്തിന് ഉപ്പ്, ഇപ്പം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു 5-6 ചോള കുടംപുളി എൻ്റെ വീട്ടിലുണ്ടായതാണ്, അതുകൂടെ ചേർത്ത്. പിന്നെ നമ്മൾ ചതച്ചെടുത്ത നാളികേരപ്പീര ഇതോട്ട് ഇടും. കൊണ്ട് കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതും ഇട്ടുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായി തിരിഞ്ഞു പിടിപ്പിക്കുക. എല്ലാം കൂടെ കൂട്ടി ഇറക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ പിന്നെ ചേർക്കാം. ഇതൊന്ന് വെന്ത് തിളച്ചൊക്കെ വരുമ്പോൾ. പിന്നെ ഇതിലേക്ക് നോക്കി, ഞാൻ ആ പീരച്ചെടുത്ത ജാറിലെ വെള്ളമാണ് ഒഴിക്കുന്നത്. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, പക്ഷെ നിരപ്പായിട്ട് വെള്ളം കിടക്കണം. ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഇത് നോക്കിയേ, ഇതിന് കുടംപുളിക്ക് പകരം മാങ്ങ ഇട്ട് വെക്കാൻ കേട്ടോ. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ എനിക്കില്ലേ കുടംപുളിയോളം വരില്ല എന്തുകൊണ്ടിട്ട് വെച്ചാലും. മാങ്ങ നല്ലതാണ്, അത് വേറൊരു ടേസ്റ്റ്. മാങ്ങ അരിഞ്ഞിടുമ്പോൾ ഇത്ര വെള്ളമൊന്നും വേണ്ട കേട്ടോ. മാങ്ങയിലും വെള്ളം ഇറങ്ങുമല്ലോ. അതിനി ഒരിക്കൽ വെക്കുമ്പോൾ കാണിച്ചു തരാം. അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ വെളിച്ചെണ്ണയൊന്നും നമ്മൾ വേറെ ചേർക്കത്തില്ല. മതി. ഇത്ര ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. മത്തിപ്പീര റെഡി ആയിട്ടുണ്ട്. ഞാൻ 3-4 ഇള പുളി എടുത്ത് മാറ്റി കേട്ടോ. പുളി കൂടുതലായിരുന്നു. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണേ. പിന്നെ ടീച്ചറേ ഓടി വന്നോളൂ, ടീച്ചറുടെ മത്തിപ്പീര റെഡി. ടീച്ചർക്കാണല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ്. റെഡിയായ മത്തിപ്പീര വറ്റിച്ചത്.